ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. ഒരു ബ്രൈഡൽ വർക്കിനാണ് പോകുന്നത്. കൂടെ മലപ്പുറം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ബ്രൈഡ് വിദ്യനാണ് നമ്മളിന്ന് ഒരുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ മലപ്പുറത്തിന് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് വണ്ടി നിർത്തി റെസ്റ്റൊക്കെ എടുത്താണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു തൃശ്ശൂർ ജില്ല എത്തി. നമുക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കാൻ ഒരു ഒതുങ്ങിയ സ്ഥലം കണ്ടുപിടിക്കണം. നല്ല അടിപൊളി ഊണൊക്കെയാണ്. 4-5 കൂട്ടം കറികളൊക്കെ ഉണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. കഴിച്ച് നമുക്ക് വേഗം വിദ്യയുടെ അടുത്ത് എത്തണം. ഏകദേശം വിദ്യയുടെ വീടിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ അടുത്ത് ബീച്ചൊക്കെ കണ്ടു. നമ്മളിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. വിദ്യയുടെ വീടിൻ്റെ അടുത്തൊരു 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു അടിപൊളി ബീച്ചാണിത്. കുട്ടായി ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ചൊന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട് വിദ്യയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ പേടിയോ. ഈവനിങ് ടൈമിൽ സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ കടൽ തീരത്തിരിക്കാൻ നല്ല രസമുള്ള കാര്യമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കാൻ. നമ്മുടെ ഇടുക്കിയിൽ കടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കടലിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് കടലിൽ പോകുന്നത്. സമയം സന്ധ്യയാകാറായി, ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു നൂഡിൽസൊക്കെ ഉണ്ടാക്കി തിന്നാമെന്ന് വിചാരിക്കുകയാണ്. നൂഡിൽസൊക്കെ റെഡിയായി. എന്തൊക്കെ പറഞ്ഞാലും മഴയും നൂഡിൽസും ഒരു വല്ലാത്ത കോമ്പിനേഷൻ തന്നെയാണ്. ഹായ്, ഇത് വിദ്യ. നമ്മൾ മലപ്പുറത്താണ് വന്നിരിക്കുന്നത്. വിദ്യക്ക് നമ്മളൊരു ഹിന്ദു ബ്രൈഡൽ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. വിദ്യ റെഡിയല്ലേ? റെഡി. ഓക്കെ, നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം.
റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെയാണോ? അപ്പൊ രജിത്തിനും വിദ്യയ്ക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. വിദ്യയുടെ ബ്രൈഡൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട്. ഇന്നലെ നമ്മൾ കുട്ടായിസ് ബീച്ചിൽ പോയായിരുന്നു. ഇന്ന് നമ്മൾ ഏത് ബീച്ചിലാണ് വന്നിരിക്കുന്നത്? വാക്കാട് ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കടൽ അല്പം ഒരു ശോഭിതമാണ്, അല്പം ഡേഞ്ചറാണ്. എനിക്ക് തിരമാല വരുന്നത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. ഇനി ഇവിടെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ഒരുപാട് പേര് അവിടെ മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പച്ചപ്പൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ കിടില സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ അധികം ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം, അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് കാണാൻ വേണ്ടി.